ഹായ് ഹലോ. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഞാൻ സത്യമായിട്ടും ഇതുവരെ ഒറ്റയ്ക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്തോ ഒരു ആഗ്രഹം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എങ്ങനെയാ ചെയ്യേണ്ട ഒന്നും അറിയില്ല. ഞാൻ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം, എങ്ങനെയാ ചെയ്യേണ്ടത്, കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്താവും എന്നെനിക്ക് ഒട്ടും അറിയത്തില്ല. അപ്പം എന്തെങ്കിലും അത് എന്തായാലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണമെന്ന് ആദ്യം പറയുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പം ഫസ്റ്റ് തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഞാനിപ്പം മിററിൽ നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ മിററില്ല. വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു റൂമിൽ വന്നിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ മിററൊന്നുമില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ നമ്മുടെ ക്യാമറയിൽ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് എന്തായിരുന്നു? ഓക്കെ, ആദ്യം നമ്മൾ ഫേസ് എല്ലാം ക്ലീൻ ചെയ്തു, നമ്മൾ വാഷൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും എല്ലാം തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് പോകേണ്ടത്, അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല, ഫസ്റ്റ് പോവുക. പ്രൈമർ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇപ്പം കൺസീലർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഏതാപ്പം കാണുന്നുണ്ടോ നിങ്ങൾ? പ്രോ കൺസീൽ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ കൺസീലർ എടുത്തതായിരുന്നു. കൺസീലർ എടുത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ച സാധനമല്ല ഞാൻ വാങ്ങിയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ. ഞാൻ വീണ്ടും ഷോപ്പിൽ പോയി മാറ്റി വാങ്ങി എന്നിട്ട് മേടിച്ചതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കേട്ടോ, മീൻസ് ഈ കവർ ഒന്ന് പൊട്ടിക്കട്ടെ. മറ്റേത് ഞാനില്ലേ വേറെ ഏതോ ഒന്നാണ് വാങ്ങിച്ചത്. ഇത് ലാ ഗേൾ പ്രോ കൺസീലറാണ്. അത് വേറെ ഏതോ പ്രോ കൺസീലറാണ്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആണെന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ലാ ഗേൾ പ്രോ കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വരില്ലേ? ഓക്കെ, എനിക്കറിയില്ല എങ്ങനെ സംഭവം, അതുകൊണ്ടാണ് നമുക്കത് ഈ ഡാർക്ക് സ്പോട്ട്സിലൊക്കെ തേക്കാം. കുറച്ചധികം ഉണ്ട് കേട്ടോ, കാരണം പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പം എനിക്ക് നല്ലപോലെ ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വന്ന് പോയാൽ ആ മാർക്കെല്ലാം അവിടെ ഉണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യോ, റിയാക്ഷൻ ഒന്നും വരില്ല എന്ന് വിചാരിക്കണം. ഇങ്ങനെയാണല്ലേ വരിക? കാണുന്നുണ്ടോ നിങ്ങൾ? ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാടേ. അപ്പം ഇത് നമ്മൾ തൽക്കാലം നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഡാബ് ചെയ്യണം. അങ്ങനെയല്ലേ? അപ്പം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവമാണ്. ഇത് ഷോപ്പിൽ നിന്ന് ഒന്നിന് 30 സംതിങ് പറഞ്ഞു. അപ്പം ഈ മൊത്തത്തിൽ 100 സംതിങ് ആണ് എത്തിയത്. അപ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. വർക്കാവുന്നുണ്ട്. ഓക്കെ, ഈ സൈഡ് ഏകദേശം ഇവിടെ കുറച്ച് പോകാണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കൺസീലർ ചെയ്യും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് സന്തോഷമുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക ചോദിച്ചാൽ, ഇനി കൺസീലർ എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാം.
ഫൗണ്ടേഷന് ഞാൻ വേറെ എടുക്കാം, എന്നുവെച്ചാൽ വേറെ ബ്ലെൻഡർ യൂസ് ചെയ്യും. ഓക്കെ. അയ്യോ സോറി, നമ്മൾ കൺസീലർ നമ്മൾ കണ്ണിൻ്റെ അവിടെ ആക്കിയിട്ടില്ല. നമ്മുടെ അൺറൈസ് ഇവിടെ നമ്മൾ തേച്ചിട്ടില്ലല്ലോ. എവിടെയോ ആയോ ആവും. ഇത് ശരിക്കും അണ്ടർ ഐയിൽ ചെയ്യേണ്ടതല്ലേ. അപ്പം നമ്മുടെ ബ്ലാക്ക് കളർ പോകും എന്ന് തോന്നുന്നു. പോകുന്നുണ്ടോ? ഫൗണ്ടേഷൻ ഇടാം. ഇത് മാബ്ലൈൻ്റെ ന്യൂയോർക്ക് ഫിറ്റ് മീ അങ്ങനത്തെ ഏതോ ഒരു ഫൗണ്ടേഷൻ, എന്തോ SPF 22 PA++ ഒക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഫൗണ്ടേഷൻ തന്നെ അല്ലേ? ഫൗണ്ടേഷൻ. ഓക്കെ. ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വിലയുണ്ട്. കുറച്ച് സാധനം ഇവിടെ ഏറാണല്ലോ. സാധനം ഇല്ലേ ഇവിടെ? അപ്പൊ നമുക്ക് ഇത് ഡബ് 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 ചെയ്യാം. അങ്ങനെ ഇല്ലേ? സത്യം പറഞ്ഞത് തയ്യാറാണ് വരുന്നത്. ഓക്കെ, തൽക്കാലം ഇത്ര മതി. ബിഗിനിങ് ആയതുകൊണ്ട് ഓവർ ആക്കണം. എന്താണ് അടുത്ത ബ്ലെൻഡർ എടുക്കുന്നു, എല്ലാ പാർട്ടിലായിട്ട് ചെയ്യുന്നു. സവാള ഗിരി 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 ഗിരി, സവാള ഗിരി 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 ഗിരി. അയ്യോ കയ്യാണ്, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യാം. കുട്ടിയടിച്ച പോലെയുണ്ട്. ഒരു ഗ്ലോയി എഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈശ്വര, എന്താവോ എന്തോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ബ്ലഷ്. സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്ലഷ് ഉണ്ട്, ക്രീമിൻ്റെ ബ്ലഷ്. ഇത് നമ്മൾ ഇങ്ങനെ ഇടയല്ലേ വേണ്ടത്. ഇത് വയറാണ്. കൂടിപ്പോയി. ഈശ്വര, ഞാൻ എന്താക്കും? അയ്യോ കുറച്ച് കൂടിപ്പോയല്ലോ ഈശ്വര. അയ്യോ ഇവിടെയുണ്ട്, ഇവിടെ ഇവിടെ ഇനി ഇവിടെ വരെ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി സാധനം വേണ്ടെടുത്ത് കുറേ സാധനം വന്നു പോകും. പക്ഷെ ഇനി ഇത് കളയണ്ടേ? വേണ്ടല്ലേ, ഇവിടെ ഇടാം. അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് കാണുന്ന ആളെന്നെ കൊല്ലരുത്. കുറച്ച് നോക്കി നോക്കട്ടെ. ഇത് ഏത് പ്രശ്നം എന്താണെന്ന് അറിയില്ല. ഇത് വെച്ചിട്ടാണോ ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല സുഖം കേട്ടോ. ബ്ലഷ് കുറച്ച് അധികം കൂടിപ്പോയി. നമ്മുടെ എന്താ ഈ ബോയ്സിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾസിന് കൊടുക്കാറില്ല. ലൈക്ക് ഇതൊരു ഡയർ പോലെ ബോയ്സ് ഗേൾസിനെ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അയ്യോ ഇത്രയും വേണ്ടായിരുന്നില്ലേ? ഇവ ഞാൻ എങ്ങനെ ചെയ്താൽ എനിക്കറിയില്ല. തുടച്ച് കളയാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം.
ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നേ, അപ്പം ഇതൊക്കെ സ്വാഭാവികം. நாங்க பைக் எடுத்து ரைட் அடிப்போம், ரைடுல ரைட் வெயில வானத்தை பிடிப்போம், தோழனுக்கு தோல் கொடுப்போம், தொல்ல வந்தா லேட் பார்ட்டில முடிப்போம், பாடுவனா போடுவனா வெயிட் ஆஃப் ஃபைட் ஒன் பஞ்சில கெலிப்போம், ஆடுவனா ஓடுவனா அட்டில டைப் கானா வைப்ல மறந்துப்போம், வைப்ல மறந்துப்போம். ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ലിപ് ലൈനർ. ഇതും സ്വിസ് ബ്യൂട്ടി ആട്ടോ. ഇത് ഞാൻ എനിക്ക് മേടിക്കുന്ന സ്വിസ് ബ്യൂട്ടി ആയി പോകുന്നതാണ്, അല്ലാണ്ട് അത് ചൂസ് ചെയ്തിട്ട് ഞാൻ മേടിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ലിപ് ലൈനർ കൊണ്ട് ലിപ്പ് വരയ്ക്കാം. എന്ന് വെച്ചാൽ ലിപ്പിൻ്റെ ലൈൻ വരച്ചെടുക്കാം. நாங்க பைக் எடுத்து ரைட் அடிப்போம், ரைடுல ரைட் வெயில வானத்தை பிடிப்போம், தோழனுக்கு தோல் கொடுப்போம், தொல்ல வந்தா லேட் பார்ட்டில முடிப்போம், பாடுவனா போடுவனா வெயிட் ஆஃப் ஃபைட் ஒன் பஞ்சில கெலிப்போம், ஆடுவனா ஓடுவனா அட்டில டைப் கானா வைப்ல மறந்துப்போம். നമുക്ക് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. ഇത് വേണ്ട, ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. അയ്യോ, മിന്നൽ തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി, കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. നമ്മൾ ഇതൊന്നും ഇട്ടാൽ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് മിക്ക കുട്ടികൾക്കുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ അധികം പേര് കാണാറില്ല അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു. ഇനി നമ്മൾ ഐലൈനറാണ്. നെക്സ്റ്റ് ലാക്മിൻ്റെ ഐലൈനർ. അപ്പം അത് ചെയ്യും. പക്ഷെ അതിൻ്റെ മുന്നേ ഈ വേറൊരു ഐലൈനർ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു സാധനം ഇതെന്താണ്, എന്താ ഇൻറ്റൻസ് ഈസി സ്കെച്ച് ഐലൈനർ. പക്ഷേ ഇത് അത്ര വർക്കാവില്ല എനിക്ക്. കാരണം എന്താണെന്ന് അറിയില്ല. കാരണം അത് വരയ്ക്കുമ്പോൾ ഒരു സുഖം വരുന്നില്ല, വേറെ എങ്ങോട്ടേക്കോ ആണ് അത് പോവുക. അയ്യോ, അപ്പോൾ നമുക്ക് ഐലൈനർ ഇടാം. എൻ്റെ പുറം നല്ല വേദനിക്കും. ഈ സാധനങ്ങൾ എടുക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ലാഗ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ നമുക്ക് ഐലൈനർ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വാലൊക്കെ ഇട്ട് സെറ്റായി. തൽക്കാലം ഇത്ര ഇനിയിട്ട കുറച്ച് ഓവറായി പോകും. ഇപ്പം തന്നെ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. മുടി ഒന്ന് അയച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് എന്ന് പറയാം. ഞാൻ ഭംഗിയോടെ ചെയ്തോ എന്നെനിക്ക് അറിയോ എന്നെനിക്കറിയില്ല. ബ്ലഷ് കുറച്ച് കൂടുതലായോ എന്നുണ്ട്. ബാക്കി വെച്ച് നോക്കുമ്പം ഓക്കെ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ ഫസ്റ്റ് മേക്കപ്പ്. ഇതൊന്നും തേക്കാനില്ലാന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇത്രയുള്ളൂ, ഇതൊന്നും തേക്കാനില്ല. അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ലാസ്റ്റ് കോലം ഇതാണ്. അപ്പം സ്പോർട്സ് എല്ലാം കുറച്ച് മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ് മൈ വീഡിയോ. കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം, പക്ഷേ ആദ്യമായതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരുന്നു ഇനി പൊട്ട് തൊടണം വേണ്ട, ബനിയനകത്ത് പൊട്ട് തൊടുന്ന രസം ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഇത്രയും മതി. തീരാമൽ തീരും മോദാമൽ മീനോടും ഇത് തന്നെ ഇത്രയും രസമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറയണം. അപ്പം എൻ്റെ ഈ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം.
അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു, നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും എനിക്കറിയില്ല, ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇതെൻ്റെ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ ആണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ലൈക്ക് ഈ ഫൗണ്ടേഷൻ, കൺസീലർ, സാധാരണ ഞാൻ ഐലൈനറും ലിപ്സ്റ്റിക്കും ഇടാറുള്ളതാണ്. പക്ഷേ ഈ ബ്ലഷ്, മറ്റേ ഈ ഫൗണ്ടേഷൻ, കൺസീലറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ചെയ്യുന്നതൊക്കെ കറക്റ്റായെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു കുത്തിരിക്കാത്ത രീതിയിലുള്ളൊരു ഔട്ട്കം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓൾ ടേക്ക് കെയർ, ബൈ.